നമസ്കാരം, ഞാൻ കൃഷ്ണകുമാർ. ഇൻസ്പയറിംഗ് മൈൻഡ്സിലേക്ക് സ്വാഗതം. ഈ സമയവും കടന്നു പോകും. വളരെ അർത്ഥവത്തായ വാചകമാണിത്. ഒരിക്കൽ മഹാനായ അക്ബർ ചക്രവർത്തി തൻ്റെ വിശ്വസ്ത സേവകനും പണ്ഡിത ശ്രേഷ്ഠരിൽ ഒരാളുമായ ബീർബലിനോട് കൊട്ടാരം ചുവരിൽ ഒരു വാചകം എഴുതാൻ ആവശ്യപ്പെട്ടു. സന്തോഷമുള്ളപ്പോൾ നോക്കുമ്പോൾ ദുഃഖവും, ദുഃഖമുള്ളപ്പോൾ നോക്കുമ്പോൾ സന്തോഷവും വരുന്നതായിരിക്കണം വാചകമെന്ന് ചക്രവർത്തി ഓർമ്മിപ്പിച്ചു. ബീർബൽ ഇങ്ങനെ എഴുതി: ഈ സമയവും കടന്നു പോകും. നിരാശയുടെ പടുകുഴിയിൽ പോലും പ്രത്യാശയുടെ ഒരു പുൽനാമ്പ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഈ ലോകത്ത് സ്ഥായിയായി ഒന്നുമില്ല. സാഹചര്യങ്ങൾ എത്ര മോശമാണെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. ഓരോ ചീത്ത സമയത്തിന് ശേഷവും ഒരു നല്ല സമയം ഉണ്ടാവും. ഓരോ പ്രശ്നങ്ങളും നമ്മളെ കരുത്തരാക്കി മാറ്റാനുള്ള പരീക്ഷണങ്ങൾ മാത്രമാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അതുപോലെ വിജയത്തിൻ്റെ ലഹരി നമ്മളെ മത്തുപിടിപ്പിക്കുമ്പോൾ ഈ വാചകം വളരെ പ്രസക്തമാണ്. ഈ കാണുന്ന സമ്പത്തും ആരോഗ്യവും ബന്ധങ്ങളും എല്ലാം നഷ്ടപ്പെടാം എന്ന മുന്നറിയിപ്പ്. ഈ സമയവും കടന്നു പോകും എന്ന വാചകം എന്നെ വ്യക്തിപരമായി ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. 2020 വരെ വളരെ നല്ല രീതിയിൽ നടന്നിരുന്ന എൻ്റെ ബിസിനസ് കോവിഡ് ലോക്ക്ഡൗണോടുകൂടി തകരാൻ തുടങ്ങി. എൻ്റെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു. കോടികളുടെ കടബാധ്യതയായി. ഫിസിക്കലി ആൻഡ് മെൻ്റലി ഞാൻ ആകെ തകർന്നു. അവസാനം ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് ഞാൻ എത്തി. പക്ഷേ തോറ്റ് പിന്മാറാൻ ഞാൻ തയ്യാറായിരുന്നില്ല. നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ദുഃഖിക്കാതെ എങ്ങനെ ഈ അവസ്ഥയെ മറികടക്കാം എന്ന് ഞാൻ ചിന്തിച്ചു. ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കടബാധ്യതകളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കൂ എന്ന തിരിച്ചറിവ് എനിക്കുണ്ടായി. ഈ സമയവും കടന്നു പോകും എന്ന വാചകം എൻ്റെ മനസ്സിൽ മുഴങ്ങിക്കേട്ടു. അതിരാവിലെ 5 മണിക്ക് മുമ്പ് എഴുന്നേറ്റു. പ്രാർത്ഥന, യോഗ, മെഡിറ്റേഷൻ, വ്യായാമം എല്ലാം ഞാൻ ശീലമാക്കി. ഇല്ലാത്തതിനെ ഓർത്ത് ദുഃഖിക്കാതെ ഉള്ളതിന് നന്ദി പറയാൻ ഞാൻ ശീലിച്ചു. അതാത് ദിവസം ചെയ്യേണ്ട കാര്യങ്ങളുടെ ലിസ്റ്റ് എഴുതി തയ്യാറാക്കി. പാർട്ട് ടൈമായി അധ്യാപകനായി ജോലി ചെയ്തു. പ്രശസ്തമായ ഒരു സ്ഥാപനത്തിൻ്റെ മാർക്കറ്റിംഗ് ജോലി ഏറ്റെടുത്തു. പതിയെ പതിയെ ഞാൻ എൻ്റെ ശക്തി വീണ്ടെടുത്തു. ഡിപ്രഷനെ മറികടന്നു. തോറ്റവരാണ് എന്നും ചരിത്രമുണ്ടാക്കിയിട്ടുള്ളത്. ജയിച്ചവരെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമായി മാറി നിന്നിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഓർക്കുക, ഈ സമയവും കടന്നു പോകും. താങ്ക് യു.